ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സുബി. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ വെച്ചാൽ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലാണ്. മലപ്പുറം പാലത്തറയ്ക്കുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലാണ്. ഇവിടെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഗൊറില്ല 450 ഇന്നലെ ലോഞ്ച് ആയിട്ടുണ്ട്. ഇന്നലെയാണ് ലോഞ്ചിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിന് ചെറിയൊരു ക്ലിപ്പും കാര്യങ്ങളുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണതും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അത് നിങ്ങളൊന്ന് ആദ്യം കണ്ടിട്ടോ. അപ്പോഴേക്കും നമുക്ക് ഉള്ളിൽ പോയിട്ട് വണ്ടിയെ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ ചോദിക്കുക, കുറച്ച് പരിപാടി നോക്കാം. ഓക്കെ, എന്താ പറയുക, മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള ഒരു റോഡ്സ്റ്ററിൻ്റെ അൺവീലിംഗ് ആണെന്ന്. അപ്പം അതിനുവേണ്ടി വന്ന എല്ലാവരെയും ഞാൻ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെയല്ല അൺവീൽ ചെയ്യാൻ വിചാരിച്ചിരുന്നത്. ആ സമയത്താണ് എല്ലാവർക്കും അറിയാമല്ലോ വയനാട്ടിൽ നാടിൻ്റെ നടുക്കൊരു ദുരന്തം ഉണ്ടായത്. അത് കാരണം നമ്മളത് പോസ്റ്റ്പോൺ ചെയ്തതാണ്. ഒരു ചെറിയ രീതിയിൽ നമ്മളിതൊന്ന് അൺവീൽ ചെയ്യണം. വാല്യുബിൾ കസ്റ്റമറാണ്. അതുപോലെ തന്നെ എക്സ് മിലിറ്ററി ഒഫീഷ്യലാണ് ഷുമാർ സാർ. അപ്പോൾ സാറിന് ഞാൻ അൺവീൽ ചെയ്യാനായിട്ട് വെൽക്കം ചെയ്യുന്നു. If you think that I'ma slow down, don't wanna hear it talking shit from the drama. Keep it coming, I'ma send you to your mama. Mr. Whip, 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 fly, I'm the last one to die. അപ്പോൾ നമ്മുടെ ഗറില്ലയുടെ കൂടുതൽ സ്പെക്കും കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് സൗകര്യത്തിൻ്റെ നമുക്ക് ആളോട് തന്നെ ചോദിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽസ്, ഏത് സെഗ്മെൻറ്റിലാണ് ഈ ഇത് വരുന്നത്, ഡീറ്റെയിൽ ഒരു പെർഫോമൻസ് റോഡ്സാണ്. ഒരു നൈക്കൺ ഡിസൈനാണ്, മിനിമലിസ്റ്റ് ഡിസൈനിൽ ഇറങ്ങിയ വണ്ടിയാണ്. സ്പെഷ്യലി ഫ്യൂൾഡ് 450 ലിക്വിഡ് ഫ്യൂൾ എഞ്ചിനാണ് വരുന്നത്. 40.02 PS അതിൻ്റെ 8000 ആണ്. അതുപോലെ 40 അത് 5500 ആണ്. ഒരു പെർഫോമൻസിന് അതായത് നമ്മുടെ സെയിം ഹിമാലയയിൽ വരുന്ന എഞ്ചിനാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് ഒരു സിംഗിൾ സീറ്റ് ഡിസൈനാണ് വരുന്നത്. സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ്. പിന്നെ ഓൾ LED ലൈറ്റ്സ് വരും. ഹെഡ്ലൈറ്റ്, ടൈൽ ലാമ്പ്, ഇൻഡിക്കേറ്ററും ഇൻറ്റഗ്രേറ്റഡ് റൈഡ് വരും. പിന്നെ റൈഡ് വൈവറാണ്. ആക്സിഡൻറ്റ് ക്യാമറ വരില്ല. സെൻസർ വരും. ടോട്ടൽ റെസ്പോൺസ് ക്വിക്ക് ആയിരുന്നു. സീപ്പർ അസിസ്റ്റ് ക്ലച്ച് വരും. ട്വൽവ് ചാനൽ ABS ആണ്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞാൽ ടയറാണ്. 120, 70, 70 ബാക്കിലുണ്ടെങ്കിൽ 160, 60. 15 വീൽസ് വരും. ഏറ്റവും വീതി കൂടി ടയർ. ലൈറ്റ് വെയിറ്റ് ആയ അപ്പോൾ നമുക്ക് കളേഴ്സ് വരുന്നുണ്ട്. 5 കളർ വരുന്നുണ്ട്. ബേസ് ആയിട്ട് വരുന്നതിൽ BG അനലോഗ് ക്ലസ്റ്ററാണ് വരുന്നത്. അനലോഗ് ക്ലസ്റ്ററാണ് ബേസ് വേരിയന്റ് വരുന്നത്. പിന്നെ ഉള്ളിലൊക്കെ ഫുൾ മാപ്പ് കളറിന്റെ ഡിഫറൻസ്, പ്രൈസ്. പിന്നെ പെർഫോമൻസ് വേണ്ടിയിട്ട് ഇറക്കിയ വണ്ടിയാണ്. അത് ഇങ്ങനത്തെ ഒരു സെഗ്മെന്റിലുള്ള വണ്ടി എടുക്കുമ്പോൾ അധികം ചെക്ക് ചെയ്യാറില്ല. സ്റ്റാർട്ട് ചെയ്യുന്നത് 310. ടോപ്പ് വേരിയന്റ് ആകുമ്പോൾ 322. കളറിന്റെ ഡിഫറൻസ് ആണ്. അതിന് 322. അതിലൊക്കെ 5 വർഷത്തെ ഇൻഷുറൻസ്, 1 വർഷം ബാക്കി 4 വർഷം വരും. റോഡ് ടാക്സ് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ടാങ്ക് കപ്പാസിറ്റി 11 ലിറ്ററാണ്. സീറ്റായിട്ട് ഒരു 100-നേക്കാൾ ഒരു താഴ്ചയുണ്ട്. അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും പക്കാ സംഭവം. അത് 2 റൈഡിംഗ് മോഡ് വരും. പെർഫോമൻസ് മോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെർഫോമൻസ് മോഡ് അതിൻ്റെ
ഒരു ഓൾറൗണ്ടർ ആയിട്ട് നമ്മൾ പറ്റുന്നത് വണ്ടിയാണ്. നമ്മുടെ ഗൊറില്ലയുടെ അടുത്തൊരു കളർ വേരിയന്റ് ആണ് ഈ നിൽക്കുന്നത്. ഇതൊരു ഡാർക്ക് എഡിഷൻ മോഡലാണ്. ഒരു റെഡ് യെല്ലോ ബ്ലാക്ക് തീമിലാണ് ഈ ഒരു കളർ സ്കീം വരുന്നത്. I know you're scared, you wanna hide away sometimes. I know you hurt. അതായത് ഫസ്റ്റ് ടൈം വണ്ടി എടുക്കുന്ന ടൈമിൽ വണ്ടി പെർഫോമൻസ് മോഡിലാവും ഉണ്ടാവുക. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ മോഡിക്ക് അതിന് ചേഞ്ച് ചെയ്യാം. അതിനുള്ള ടോഗിൾ സ്വിച്ച് ആണ് ഈ ഇത്.